ONV കുറുപ്പ് മലയാളത്തിലെ ആധുനിക കവിയും ജ്ഞാനപീഠ ജേതാവുമായ ONV കുറുപ്പ് 1931 മെയ് 27 കൊല്ലം ജില്ലയിലെ ചവറയിൽ ജനിച്ചു. ONV കൃഷ്ണക്കുറുപ്പിൻ്റെയും K. ലക്ഷ്മിക്കുട്ടിയുടെയും മൂന്നാമത്തെ മകനായി അത്തം നക്ഷത്രത്തിൽ ജനിച്ചു. ഒറ്റപ്ലാക്കൽ നീലകണ്ഠൻ വേലു കുറുപ്പ് എന്നാണ് അദ്ദേഹത്തിൻ്റെ പൂർണ്ണനാമം. കേരള കലാമണ്ഡലം ചെയർമാൻ, കേന്ദ്ര സാഹിത്യ അക്കാദമി അംഗം, കേരള സാഹിത്യ അക്കാദമി അംഗം എന്നീ നിലകളിലും അദ്ദേഹം പ്രവർത്തിച്ചിട്ടുണ്ട്. സാഹിത്യരംഗത്തെ സംഭാവനകൾ പരിഗണിച്ച് 2007 ജ്ഞാനപീഠ പുരസ്കാരം നൽകി ആദരിച്ചു. 1998 ONVക്ക് പത്മശ്രീയും 2011 പത്മവിഭൂഷൺ എന്നീ ബഹുമതികൾ നൽകി ആദരിച്ചു. കേരള കലാമണ്ഡലത്തിൻ്റെ ചെയർമാൻ സ്ഥാനവും ONV വഹിച്ചിട്ടുണ്ട്. സാഹിത്യരംഗത്ത് സംഭാവനകൾ പരിഗണിച്ച് 2007 ജ്ഞാനപീഠ പുരസ്കാരം 2010 അദ്ദേഹത്തിന് ലഭിച്ചു. ഇതുകൂടാതെ നിരവധി സിനിമകൾക്കും ടെലിവിഷൻ സീരിയലുകൾക്കും നാടകങ്ങൾക്കും അദ്ദേഹം ഗാനങ്ങൾ രചിച്ചിട്ടുണ്ട്. വിദ്യാഭ്യാസം. വിദ്യാർത്ഥിയായിരിക്കുമ്പോൾ തന്നെ കവിതാരചന ONV തുടങ്ങിയിരുന്നു. അദ്ദേഹത്തിൻ്റെ 15-ാം വയസ്സിലാണ് ആദ്യ കവിതയായ മുന്നോട്ട് എഴുതുന്നത്. തിരുവനന്തപുരം യൂണിവേഴ്സിറ്റി കോളേജിൽ നിന്നും 1948 ഇൻ്റർമീഡിയറ്റ് പാസ്സായ ONV കൊല്ലം SN കോളേജിൽ ബിരുദത്തിനായി ചേർന്നു. 1952 സാമ്പത്തിക ശാസ്ത്രത്തിൽ അദ്ദേഹം ബിരുദം കരസ്ഥമാക്കി. തിരുവനന്തപുരം യൂണിവേഴ്സിറ്റി കോളേജിൽ നിന്നും 1955 മലയാളത്തിൽ ബിരുദാനന്തര ബിരുദവും അദ്ദേഹം കരസ്ഥമാക്കി. 1957 മുതൽ മഹാരാജാസ് കോളേജിൽ അധ്യാപകനായി ജോലിയിൽ പ്രവേശിച്ചു. 1958 മുതൽ 25 വർഷക്കാലം ONV തിരുവനന്തപുരം യൂണിവേഴ്സിറ്റി കോളേജിലും കോഴിക്കോട് ആർട്സ് ആൻഡ് സയൻസ് കോളേജിലും ഗവൺമെൻറ് കോളേജ് തിരുവനന്തപുരം തുടങ്ങിയവയിൽ മലയാള വിഭാഗം അധ്യാപകനായി സേവനമനുഷ്ഠിച്ചു. 1949 പുറത്തിറങ്ങിയ പൊരുതുന്ന സൗന്ദര്യമാണ് അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ കവിതാ സമാഹാരം. ആദ്യ നാളുകളിൽ ബാലമുരളി എന്ന പേരിലാണ് അദ്ദേഹം പാട്ട് എഴുതിയിരുന്നത്. കുടുംബം. അദ്ദേഹത്തിൻ്റെ ഭാര്യയുടെ പേര് സരോജിനി എന്നാണ്. രാജീവ്, മായാവതി എന്നിവരാണ് മക്കൾ. മരണം. വാർദ്ധക്യ സഹജമായ അസുഖങ്ങളെ തുടർന്ന് 2011 ഫെബ്രുവരി 13 തിരുവനന്തപുരത്ത് വെച്ച് അദ്ദേഹത്തിൻ്റെ 84-ാമത്തെ വയസ്സിൽ ഈ ലോകത്തു നിന്നും വിട പറഞ്ഞു. 2 ദിവസത്തെ പൊതു സന്ദർശനത്തിന് ശേഷം ONV തന്നെ നാമകരണം ചെയ്ത തൈക്കാട് ശാന്തി കവാടം ശ്മശാനത്തിൽ പൂർണ്ണ ബഹുമതികളോടുകൂടി സംസ്കരിച്ചു. അദ്ദേഹത്തിൻ്റെ ശവസംസ്കാരം നടക്കുമ്പോൾ ഗാനഗന്ധർവൻ ഡോക്ടർ KJ യേശുദാസിൻ്റെ നേതൃത്വത്തിൽ 84 ഗായകർ അദ്ദേഹം ജീവിച്ച 84 വർഷങ്ങളെ പ്രതിനിധീകരിച്ച് അണിനിരന്നു. അദ്ദേഹത്തിൻ്റെ കവിതകളും ഗാനങ്ങളും ആലപിച്ച് അദ്ദേഹത്തിന് അന്ത്യാഞ്ജലി അർപ്പിച്ചു. അദ്ദേഹത്തിൻ്റെ പ്രധാന കവിതാ സമാഹാരങ്ങൾ പൊരുതുന്ന സൗന്ദര്യം, സമരത്തിൻ്റെ സന്തതികൾ, മാറ്റുവിൻ, ദാഹിക്കുന്ന പാനപാത്രം, ഗാനമാല, നീലക്കണ്ണുകൾ, അക്ഷരം, മയിൽപ്പീലി, ഒരു തുള്ളി വെളിച്ചം, ഞാൻ അഗ്നി, അരിവാളും രാക്കുയിലും, ഭൂമിക്കൊരു ചരമഗീതം, ഉപ്പ്, മൃഗയ, മരുഭൂമി, 4 മണിപ്പൂക്കൾ, സ്വയംവരം തുടങ്ങിയവയാണ്. ഇതുകൂടാതെ നിരവധി ചലച്ചിത്ര ഗാനങ്ങളും അദ്ദേഹം രചിക്കുകയുണ്ടായി. പോക്കുവെയിൽ മണ്ണിലെഴുതിയത് എന്നതാണ് ONVയുടെ ഓർമ്മക്കുറിപ്പ്. പുരസ്കാരങ്ങൾ. 1971 കേന്ദ്ര സാഹിത്യ അക്കാദമി പുരസ്കാരം, 75 കേന്ദ്ര സാഹിത്യ അക്കാദമി പുരസ്കാരം തുടങ്ങിയവ ലഭിച്ചു. 2007 എഴുത്തച്ഛൻ പുരസ്കാരവും പിന്നീട് ചങ്ങമ്പുഴ പുരസ്കാരവും MK നായർ അവാർഡും വയലാർ രാമവർമ്മ പുരസ്കാരം, പന്തളം കേരളവർമ്മ ജനശതാബ്ദി പുരസ്കാരം, വിശ്വദീപ പുരസ്കാരം, ആശാൻ പുരസ്കാരം, മഹാകവി ഉള്ളൂർ പുരസ്കാരം തുടങ്ങിയവ ലഭിച്ചു.
അദ്ദേഹത്തിൻ്റെ മൃഗയ എന്ന കൃതിക്ക് ഓടക്കുഴൽ പുരസ്കാരവും ലഭിച്ചു. 1989 മികച്ച ഗാനരചയിതാവിനുള്ള ദേശീയ ചലച്ചിത്ര പുരസ്കാരവും അദ്ദേഹത്തെ തേടിയെത്തി. നന്ദി.